ഉഴുന്നോ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഇനോയോ തേങ്ങയോ ഒന്നും ചേർക്കാതെ ഇത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? എന്നാൽ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ നമുക്ക് ഇതൊന്നും ഇല്ലാതെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂണ് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ. ഈ ഒരു വെള്ളം തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ നല്ല വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്കിതൊരു 4-5 മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ 5 മണിക്കൂറാണ് കേട്ടോ ഇത് കുതിർത്തെടുത്തിട്ടുള്ളത്. അരിയും ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ല അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഇതിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം കൂടുതലുണ്ടെങ്കിൽ മാറ്റുക കേട്ടോ. കാരണം ഒരുപാട് വെള്ളത്തിൽ അരച്ചെടുക്കുന്ന സമയത്ത് അരിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ ഒരു അരിയുടെ ആ ഒരു ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അരിയും ഉലുവയും ഞാനിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ള ആ ഒരു കപ്പിൽ തന്നെയാണ് കേട്ടോ ചോറും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ മട്ടരിയാണ് എടുത്തിട്ടുള്ളത്. വെള്ളരിയുടെ ചോറായാലും കുഴപ്പമില്ല, ഏത് ചോറായാലും മതി. അത് നമ്മൾ അരിയുടെ അതേ അളവിൽ തന്നെ എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി കുതിർത്തെടുത്തിട്ടുള്ള വെള്ളം തന്നെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജാറടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള മാവ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ മാവ് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിൽ കിട്ടാൻ കുറച്ചുകൂടെ ഒന്ന് നമുക്ക് ലൂസാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. കൈ വെച്ചിട്ട് ചെയ്യുമ്പോഴേ ഉള്ളൂ മാവ് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു 2 മിനിറ്റ് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 12 മണിക്കൂറാണ് കേട്ടോ വെക്കുന്നത്. അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ചൂടുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8-10 മണിക്കൂർ കൊണ്ട് മാവ് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടും, പൊങ്ങി കിട്ടും. ഇപ്പോൾ തണുപ്പുള്ള സമയമായതുകൊണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് ഒരു 12 മണിക്കൂർ വേണ്ടി വരും കേട്ടോ ഈ ഒരു സമയത്ത് മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ മാവ് എടുക്കുന്നത്. മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മറ്റേ മാവിൻ്റെ പോലെയൊന്നും അങ്ങനെ നൊരഞ്ഞ് പതഞ്ഞ് ഒരുപാട് അങ്ങ് പൊങ്ങി വരില്ല. പക്ഷേ ഇതുപോലെ നമ്മൾ ആ ഒരു എയറൊക്കെ വന്നിട്ടുള്ള ഒരു മാവ് ഉണ്ടല്ലോ, പൊങ്ങി വന്നിട്ടുള്ള മാവ്, അതേ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി. മാവ് പുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പുളിക്കാത്ത മാവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ ദോശത്തവ ചൂടായി വന്നതിന് ശേഷം ചൂട് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചൂടൊന്ന് ക്രമീകരിക്കാം കേട്ടോ. കാരണം ചൂട് കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് അത് പാനിൽ വിട്ടുവരും കേട്ടോ. പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടുവരും. ഇപ്പോൾ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. പെട്ടെന്ന് മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ചുട്ടെടുക്കാം. പിന്നെ നല്ല മൊരിഞ്ഞ ദോശ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ദോശ സാധാരണത്തെ പോലെ തന്നെ ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് കുക്കായി വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് നെയ്യോ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടും ദോശ ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ നെയർ റോസ്റ്റൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു മാവ് വെച്ചിട്ടുണ്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല തിന്നായിട്ട് കുറച്ച് വലുപ്പത്തിൽ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് നെയ്യോ ഓയിലോ ബട്ടറൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല മൊരിഞ്ഞ ദോശയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല തിന്നായിട്ട് പരത്തിയാൽ ഇപ്പോൾ നിങ്ങൾ ശബ്ദം കേട്ടില്ല. അപ്പോൾ അതുപോലെ നല്ല മൊരിഞ്ഞ ദോശ വേണ്ടവർക്ക് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്